ആശ്വാസകിരണം പദ്ധതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാലിതാ അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. പൂർണ്ണമായും കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കേരള സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു ചെറിയ പ്രതിമാസ പെൻഷൻ 600 രൂപ. അതിന്റെ ആ ഒരു പദ്ധതിയാണ് കേട്ടോ ആരോഗ്യ ആശ്വാസ കിരണം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നമുക്ക് വളരെ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു ഫണ്ടാണ്. കേരള സാമൂഹിക മിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊജക്ട് ആണെങ്കിലും ഒരു 2018 ശേഷം അപ്ലൈ ചെയ്തവർക്കൊന്നും ഇതുവരെ അവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പുതുതായിട്ട് ഇപ്പൊ 2018 ശേഷം അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഒന്നും കൂടി എന്താ പറയാ അപേക്ഷിക്കാനുള്ള എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് 2018 ശേഷം അപ്ലൈ ചെയ്തവർക്ക് ആദ്യമായിട്ട് തന്നെ ഒരു വീട്ടിലേക്ക് ഒരു കത്ത് വരും. ഈ ഒരു ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസത്തിനകം ലെറ്ററും അതിനോടൊപ്പം അവർ പറഞ്ഞിട്ടുള്ള ഈ രേഖകളും വെച്ചിട്ട് നമ്മൾ ഈ വന്നിട്ടുള്ള അഡ്രസ്സിലേക്ക് അയക്കാനാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഈ കത്ത് വന്നതിന് ശേഷം ഇതിൽ പറഞ്ഞിട്ടുള്ള രേഖകളും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ അയക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെയുള്ള ഫോംസ് എന്തൊക്കെയാന്ന് വെച്ചാല് ആശ്വാസകിരണം പദ്ധതി 2018 മാർച്ച് 31 ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻ. ഇതിൽ നമ്മളെ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിന് 2 ഫോം ഫുള്ള് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. പിന്നെ ഇതാ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. ലൈഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് അറിയായിരിക്കുമല്ലോ. ഇപ്പൊ ആരാണോ പേഷ്യന്റ് അവരിപ്പോഴും നിലവിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇത്. നമ്മളെ ഗസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സോ ആരെങ്കിലും സ്റ്റാഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ. അതിന്റെ കൂടെ തന്നെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട് കേട്ടോ, ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഇതും കൂടി ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ UDID കാർഡിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ കൊടുക്കാനുള്ളത്. പിന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. ഇനി ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്നില്ല. ഈ ഫോം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് തള്ളിപ്പോവും. അപ്പൊ അയക്കേണ്ട അഡ്രസ്സ് ഞാനൊന്ന് പറയാം കേട്ടോ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, പൂജപ്പുര, തിരുവനന്തപുരം 695012. ഈ അഡ്രസ്സിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ച് അയക്കേണ്ടത്. ഈ ഫോം എവിടെ നിന്ന് കിട്ടുന്ന കൂടി പറയാം. നിങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള അംഗനവാടിയായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കേട്ടോ. അപ്പൊ ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാ കിട്ടാന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്ന വീഡിയോ ഇടാം കേട്ടോ. ലൈഫ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്, ഈ ഫോമിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ലൈഫ് സർട്ടിഫിക്കറ്റ്. അപ്പം നമ്മളിപ്പോ പറവനാണെങ്കിൽ ഞാൻ പറവനെയും കൊണ്ടുപോയിട്ട് വേണം ചെയ്യാൻ. കാരണം ആള് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആശ്വാസകിരണം കിട്ടിക്കൊണ്ടിരിക്കുന്നവർ എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിട്ടുപോവാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണേ. ഫെബ്രുവരി 2-ാം തീയതി വന്നിട്ടുള്ള ലെറ്റർ ആണ് ഇത്. സംഭവം എനിക്ക് വന്നിട്ടുള്ള ലെറ്റർ അല്ല, ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരാൾക്ക് വന്നിട്ടുള്ള ലെറ്റർ ആണ് കേട്ടോ. അപ്പൊ ലെറ്റർ വരാത്തവരും എന്തായാലും ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണേ. ഇനിയിപ്പോ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആവശ്യമുള്ളവർക്കും കൂടി ഒന്ന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയായല്ലോ.